വസ്തുക്കളെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു. അത് മഹാദുരന്തത്തിന് കാരണമായി തീർന്നു. വെള്ളം ദാഹം തീർക്കാനുള്ളതാണ്. അതിനാവശ്യമുള്ള വെള്ളം ഭൂമിയിൽ അല്ലാഹ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ എന്ന് പറഞ്ഞ അല്ലാഹ് ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം ആവശ്യമുള്ളത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് എന്ത്? താമസിക്കാനുള്ള സൗകര്യവും കഴിക്കാനുള്ള വസ്തുക്കളും, മത്താ, തൽക്കാലത്തേക്ക് ജീവിക്കാനുള്ള സകല ഏർപ്പാടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ആവശ്യങ്ങൾ മുടങ്ങി മനുഷ്യൻ ബുദ്ധിമുട്ടി പോകുന്ന പ്രശ്നമില്ല. അത് ചിന്തിച്ചിട്ട് മേടിക്കുകയും ചെയ്യണ്ട. വല്ലാഹി മാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, ഫഖീർ തരം നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നില്ല നശവുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നുബുവത്തിന്റെ വാക്ക് തന്നെയാണ്. പേടിക്കുന്ന വിഷയമേ ദുനിയാവിൽ വരുന്നില്ല. ദുനിയാവിൽ ഒരു കാര്യമേ മനുഷ്യർക്ക് പേടിക്കേണ്ടതുള്ളൂ. എന്താണ്? മരണത്തിന് ശേഷമുള്ള ജീവിതം ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാനുള്ളതാണ്. അത് മുടങ്ങിപ്പോകുമോ എന്ന കാര്യം മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അല്ലേ? ആവശ്യം മുടങ്ങിപ്പോന്ന് പേടിക്കേണ്ടതുണ്ട്. ഇവിടെ ആവശ്യം മുഖദ്ദറാണ്. ഭക്ഷണം മുഖദ്ദറാണ്, വെള്ളം മുഖദ്ദറാണ്, വസ്ത്രം മുഖദ്ദറാണ്, വീട് മുഖദ്ദറാണ്, കല്യാണം മുഖദ്ദറാണ്, മക്കള് മുഖദ്ദറാണ്, കച്ചവടത്തിന്റെ ലാഭം മുഖദ്ദറാണ്, നഷ്ടം മുഖദ്ദറാണ്, കൃഷി മുഖദ്ദറാണ്, ഉൽപാദനം മുഖദ്ദറാണ്, ആവശ്യവുമായി ബന്ധപ്പെട്ട സർവസ്വവും മുഖദ്ദറാണ്. നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കേണ്ടയില്ല. മറിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതം, ആ ജീവിതത്തിൽ ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കാലാകാലം പൂർത്തിയാക്കേണ്ടതാണ്. ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, അത് ആഖിറത്തിലാണ്, അത് സ്വർഗത്തിലാണ്. അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം പേടിക്കേണ്ടിയിരിക്കും. കാരണം ആഖിറത്തിലെ വിജയം മുഖദ്ദറല്ല, അത് മുജാഹദ കൊണ്ട് കിട്ടേണ്ടതാണ്. ഇവിടുന്ന് പരിശ്രമിച്ചിട്ടുണ്ടാക്കേണ്ടതാണ്. ഭക്ഷണം പരിശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. ഒരാൾ അരിക്കച്ചവടക്കാരനാണ്. ഓരോ ദിവസവും 10-100 ലോഡ് അരി പോവും. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ അരിയാണ് അദ്ദേഹത്തിന് ഗോഡൌണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം ഉറുപ്പ്യന്റെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുന്നത്. ലോറിയിൽ കയറ്റുമ്പോൾ വേറുന്ന അരി അയാൾ ഒഴിവാക്കാലാണ്. പക്ഷെ അള്ളാന്റെ തൗഫീഖോടെ അരി മുതലാളി അരിന്റെ വെള്ളം കുടിച്ചിട്ട് 25 കൊല്ലായി ഗോതമ്പത്തിന്റെ വെള്ളം കുടിക്കുക. മുഖദ്ദറാണ്. അയാൾ അരിക്കച്ചവടക്കാരെന്ന് വെച്ചിട്ട് അയാൾക്ക് ചോറ് തിന്നാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അരിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരാണെന്ന് അതിന്റെ ചോറ് തിന്നാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടത് മുഖദ്ദറാണ്. അയാൾ അരിക്കച്ചവടക്കാരനായിരുന്നാലും ശരി, അങ്ങേര് ഗോതമ്പത്തിന്റെ വെള്ളം കുടിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യനാണ്. മുഖദ്ദറായതുകൊണ്ടാ. അത് പരിശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല. ദുനിയാവോ വസ്തുക്കളോ വസ്തുക്കളുടെ ആവശ്യങ്ങളോ അത് അള്ളാഹുവിന്റെ തഖ്ദീറുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ നിശ്ചയവുമായി ബന്ധപ്പെട്ടതാണ്. ഖലീഫാന്റെ ഉത്തരവാദിത്തം നിശ്ചയത്തെ അധ്വാനിച്ചുണ്ടാക്കലാണ്. അത് ഖിലാഫത്തിന്റെ ജോലിയാണ്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള ജോലിയല്ല. മനുഷ്യൻ ഒന്നാമതായി ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയാണ്, രണ്ടാമതായി ഭൂമിയിൽ അള്ളാഹുവിന്റെ അഹ്ലാണ് മുഅ്മിനീങ്ങൾ. 2 യോഗ്യത മനുഷ്യർക്ക്. ഒന്ന് ഖിലാഫത്തിന്റെ യോഗ്യത, മറ്റേത് ഹിദായത്തിന്റെ യോഗ്യത. ഒന്നാമതായി മനുഷ്യൻ ഭൂമിയിൽ ഖലീഫയാണ്, രണ്ടാമതായി മനുഷ്യൻ ഭൂമിയിൽ ഹിദായത്ത് നൽകപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ്. ഖിലാഫത്ത് എന്ന യോഗ്യത മനുഷ്യർക്ക് ആമാണ്, മൊത്തത്തിലാണ്. ഹിദായത്ത് എന്ന യോഗ്യത അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. രണ്ടിനെപ്പറ്റിയും വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നിപ്പോൾ നീണ്ട് പരന്ന് സംസാരിക്കാനുള്ള അവസരമോ സമയമോ അല്ല ഇപ്പോൾ. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? മതങ്ങളുടെ പൗരാണികതയും വിടാം, ഇസക്കാരുടെ ആധുനികതയും വിടാം. അത് നമുക്ക് രണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട്? മഖ്ലൂക്കിനെ പറ്റി ആധികാരികമായി പറയേണ്ടത് മഖ്ലൂക്കല്ല, ഖാലിഖാണ്. അതുകൊണ്ട് അല്ലേ, സൃഷ്ടിയെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് സൃഷ്ടാവാണ്. സൃഷ്ടിയെപ്പറ്റി സൃഷ്ടികൾ പറഞ്ഞാൽ അതൊരിക്കലും പൂർണ്ണമാവില്ല. അതുകൊണ്ട് സൃഷ്ടികളെ പറ്റി സൃഷ്ടികൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റിവെക്കാം. ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് മനുഷ്യനെ സംബന്ധിച്ച്? ദീനുൽ ഇസ്ലാം മനുഷ്യൻ എന്ന സൃഷ്ടിയെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നത് എങ്ങനെയാണ്? മനുഷ്യൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് 4 കിതാബുകളും ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യമായി മനുഷ്യനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത കിതാബ് തൗറാത്താണ്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് തൗറാത്ത് എന്ന കിതാബിനെ അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. രണ്ടാമതായിട്ട് അല്ലാഹു തആല ചർച്ച ചെയ്തത് ദാവൂദ് നബിക്ക് ഇറക്കിയ സബൂർ എന്ന കിതാബിലാണ്.
മൂന്നാമതായിട്ട് അല്ലാഹു തആല ഇറക്കിയത് ഇഞ്ചീൽ എന്ന കിതാബ് ഈസാ നബിക്ക് ഇറക്കിയതാണ്. നാലാമതായിട്ട് അല്ലാഹു തആല ഇറക്കിയത് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഇറക്കി കൊടുത്തതാണ്. ആണല്ലോ. അല്ലാഹു തആല തന്റെ അടിമകളായ മനുഷ്യനോട് പറയാനുള്ള വിഷയങ്ങൾ, അല്ലാഹു തആലയുടെ വാക്കുകൾ, അല്ലാഹുവിന്റെ കലാമുകൾ അല്ലാഹു തന്നെ രേഖപ്പെടുത്തി പ്രവാചകനെ ഏൽപ്പിക്കുകയാണ്. പ്രവാചകന്റെ നാക്കുപയോഗിച്ച് സൃഷ്ടികളോട് പറയാനുള്ളത് പ്രവാചകന്മാർ പറയുകയാണ്. ഈ രീതിയിൽ അല്ലാഹു മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും? എത്ര വർഷമായി കാണും? നമുക്ക് മനുഷ്യന്റെ ഫ്രഷ്നെസ് മനസ്സിലാണ് ആദ്യം, എന്നാലേ ഇസ്ലാം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മനുഷ്യനെ മനസ്സിലാകാത്ത കാലത്തോളം ദീനുൽ ഇസ്ലാമും ഈമാനും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് ജൂതനസാറാക്കൾ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കത്തെ സംബന്ധിച്ചും അവന്റെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചും സാങ്കല്പികത നിലനിർത്തിയത്. ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ച് ലോകത്തിന് വ്യക്തമായി അറിയാൻ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ച് ലോകം വ്യക്തമായി അറിഞ്ഞു പോയാൽ ആദർശത്തെ അസ്തിത്വവുമായി ബന്ധപ്പെടുത്താൻ ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറായെന്ന് വരും. അങ്ങനെ വന്നാൽ അസ്തിത്വവുമായി ആദർശത്തെ ബന്ധപ്പെടുത്താൻ പറ്റിയ ആദർശം ഏതാണെന്ന് മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടെ മതങ്ങൾക്കും ഇസങ്ങൾക്കും പ്രസക്തിയില്ലാതെ പോകും. ദീനുൽ ഇസ്ലാം മാത്രം ആ ബുദ്ധിയിലേക്ക് കടന്നു വരും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉത്ഭവത്തെ സാങ്കല്പികമാക്കി മാറ്റാൻ ജൂതനസാറാക്കൾ തയ്യാറായി. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയത. അതൊന്നും വീട്ടിപ്പരത്തി പറയാൻ പറ്റിയ സമയമല്ല. ഇസക്കാരിയത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഇന്നലകൾക്ക് ലക്ഷോപലക്ഷം കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. ഇനിയും ലക്ഷോപലക്ഷം കൊല്ലം മനുഷ്യൻ ജീവിച്ചെന്ന് വരാം. ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ ഇന്നലകളും നാളുകളുമുള്ള മനുഷ്യൻ 60 വയസ്സോ 70 വയസ്സോ ജീവിക്കുമ്പോൾ ആത്മീയത പറഞ്ഞിട്ട് ജീവിതത്തെ തൊലക്കണ്ട, ആവുന്നിടത്തോളം സുഖിച്ചോളൂ. ഇത് ഇസക്കാരൻ പറഞ്ഞു അല്ലേ? മനുഷ്യൻ വന്ന വഴിക്ക് ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ ഇന്നലകൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഒരുതരം, നേരത്തെ അഡ്വക്കേറ്റ് സാഹിബ് പറഞ്ഞ പോലെ, മനുഷ്യനെ മാനസികമായിട്ട് തളച്ചിട്ടു. ഇനി അങ്ങോട്ട് മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒരുപാട് ലക്ഷം കൊല്ലം മനുഷ്യനും ഭൂമി ഇവിടെ നിലനിൽക്കും. സങ്കല്പങ്ങൾ കൊടുത്തു, ഭാവനകൾ കൊടുത്തു. എന്നിട്ട് ഇസക്കാരൻ ജീവിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ഇന്നലെയും നാളെയും ചിന്തിച്ചിട്ട് ബേജാറായി കഴിഞ്ഞുകൂടണ്ട, ഇന്നുകളെ ഉത്സവമാക്കിക്കൊള്ളുക. അത് ഇസം, അതാണ് ഇസങ്ങൾ. ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ മതങ്ങളും ഇസങ്ങളും മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമാക്കി കൊടുക്കാത്തതിന്റെ കാരണം അവരുടെ നിലനിൽപ്പാണ്. അവർക്ക് നിലനിൽക്കണമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ അറിയാൻ പാടില്ല. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മനുഷ്യനാരെന്നറിയണം. ദീനുൽ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മനുഷ്യനാരെന്നറിയണം. സാങ്കല്പികമായി മനുഷ്യനെ നിർത്തിക്കൊണ്ട് ആദർശത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ആദർശം മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതായിരിക്കണം, ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഇത് നിർബന്ധമുണ്ട് ദീനുൽ ഇസ്ലാമിന്. അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥങ്ങൾ മനുഷ്യനെ പറ്റി ചർച്ച ചെയ്തത്. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നുള്ളതാണ്. എത്ര കാലമായി അള്ളാഹു മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? കിതാബ് ഉപയോഗിച്ച് മനുഷ്യനോട് അള്ളാഹു സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ആധുനികം പറഞ്ഞു 100 ലക്ഷം 90 ലക്ഷം കൊല്ലം പഴക്കമുണ്ട് മനുഷ്യനെന്ന്. മതക്കാരൻ പറഞ്ഞു അറ്റമില്ലാത്ത കാലത്തുനിന്ന് തുടങ്ങിയതാണ് ഈ മനുഷ്യന്റെ പരമ്പര എന്ന്. ദീനുൽ ഇസ്ലാം അടിവരയിട്ട് വളരെ വ്യക്തമായ പ്രായവും കണക്കും കൂട്ടി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 2010 എത്ര കൊല്ലമായി കാണും? അള്ളാഹു മനുഷ്യനോട് കിതാബ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 2010 എത്ര വർഷമായി കാണും? മനസ്സിലാക്കിയിരിക്കണം എത്ര വർഷമായി കാണുമെന്ന്. അല്ലെങ്കിൽ നമ്മളും പുരാണങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ലക്ഷോപലക്ഷം കൊല്ലമായി ഇത് തുടരുകയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അന്ധമായ വിശ്വാസത്തിൽ ആദർശത്തിൽ നിലനിൽക്കുകയില്ല. അടിസ്ഥാനപരമായ പ്രമാണങ്ങളിലെ ആദർശം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യ സമൂഹം ആദർശത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകേണ്ട കാരണം എന്താ അറിയുമോ? നാം ആദർശത്തെ വളർത്തിയെടുക്കാൻ മെനക്കിടുന്നത് അന്ധമായ ധാരണ വെച്ചുകൊണ്ടാണ്. അത് പറ്റൂല. യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് ആദർശം വളർന്നു വരണം, എന്നാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയോട് കിതാബ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 4000 കൊല്ലമേ ആയിട്ടുള്ളൂ. ആകെ 2000 അല്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം എപ്പോഴാ? BC അത് ശരി. ഇപ്പൊ തലക്കന്നേ പഠിപ്പിക്കണമായിരിക്കും അലിഫ് മുതൽ. അത് നടക്കൂല. ആകെ 1 മണിക്കൂരേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അലിഫ് മുതലേ പഠിപ്പിക്കാൻ മെനക്കേണ്ട സംഗതി നടക്കൂല. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ. സമയത്തിനും അള്ളാഹു ബർക്കത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ. BC 2000 മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം. ഇത് AD 2000 4000 കൊല്ലം. അത്രയിലായിട്ടുള്ളൂ.
അല്ലാഹു തആല ആദ്യത്തെ കിതാബ് ഇറക്കിയിട്ട് 2010 4000 കൊല്ലമായിട്ടുള്ളൂ. ശരിയാണോ തെറ്റാണോ? അത്രയായിട്ടുള്ളൂ. അപ്പൊ അല്ലാഹു തആല ഭൂമിയിൽ ജീവിച്ച മനുഷ്യനോട് കിതാബ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 4000 കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പം ഫ്രഷ് ആണോ മനുഷ്യൻ അല്ലയോ നിങ്ങൾ ചിന്തിക്കണം. ഇനി നമുക്ക് രൂപത്തേക്ക് കടക്കാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൊട്ടു മുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകനാരാണ്?